ഹലോ ആവേശത്തിൽ പൊക്കിയപ്പോ ഫോണ് പോയേനിപ്പോ കയ്യിന്ന്. ഹലോ റഷീലയാണ്. അതാ വൈക്കുട്ടൻ. അപ്പോൾ നമ്മുടെ ചാനലിലെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നീണ്ട 3 മാസങ്ങൾക്ക് ശേഷമാണ് നമ്മളൊരു ലോങ് വീഡിയോ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതും ഇന്ന് ഒരു പ്രത്യേക ദിവസമാണ് കേട്ടോ. അപ്പോൾ സന്തോഷത്തോടെ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ച് എന്തുകൊണ്ട് വീഡിയോ ചെയ്തില്ല, എന്തുകൊണ്ട് വീഡിയോസ് ഇല്ല എന്നൊക്കെ ഒരുപാട് പേര് നമുക്ക് കമൻറ്റ് ചെയ്തും മെസ്സേജ് ചെയ്തും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. എല്ലാത്തിനും അതിൻ്റെതായ കാരണങ്ങളുണ്ട്. അതുകൊണ്ടാണ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇൻഷാല്ല ഇനി ചെയ്യണം എന്നുണ്ട്. ഞാൻ ഇടയിൽ ഓരോ ഷോർട്സ് വിടുന്നുണ്ട്. വീഡിയോസ് ഇനി തുടങ്ങുകയാണ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഷോർട്സ് വിടുന്നുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ഓരോരോ തടസ്സങ്ങൾ വന്നിട്ട് വീഡിയോസ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ ചാനലിൽ ഓരോ പ്രശ്നങ്ങൾ, ഒന്നുമില്ല ചാനലിൽ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ ഫോണ് പ്രശ്നത്തിലായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ഓരോരോ പ്രശ്നങ്ങളായിരിക്കും. അങ്ങനെ വീഡിയോസ് ചെയ്യാൻ തന്നെ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഇന്ന് എന്തായാലും ഒരു ലോങ് വീഡിയോ ഇടും എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. ഇന്ന് നല്ല സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ നമ്മുടെ. അപ്പോൾ എന്താണെന്നല്ലേ, അപ്പോൾ നമുക്ക് കാണാം കേട്ടോ. അതല്ലേ നിങ്ങൾക്കും നല്ല ഹാപ്പി ആയിരിക്കും. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സന്തോഷമാണ് കേട്ടോ. ഈ വർഷം ഇങ്ങനൊരു ദിവസം നമുക്ക് സന്തോഷത്തോടെ ആഘോഷിക്കാൻ പറ്റുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ ആയിരുന്നല്ലോ എൻ്റെ അവസ്ഥ എന്താണ്, എൻ്റെ സാഹചര്യങ്ങൾ എന്തായിരുന്നു എന്ന് ആർക്കും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു നമ്മുടെ. അപ്പോൾ ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആഘോഷിക്കാം എന്ന് ഞാൻ വിചാരിച്ചത്. ഇക്കാനോട് പറഞ്ഞിട്ടില്ല. കാരണം എന്താ വെച്ചാൽ പറഞ്ഞാൽ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഇക്ക വേണ്ട എന്നൊക്കെ പറയും. അപ്പോൾ എന്താണ് മുടി കെട്ടിയോക്കാ കെട്ടിയോ? നമുക്കൊരു സ്ഥലം വരെ പോകണം. ചുങ്ങമന്നത്തിക്ക് സാധനങ്ങൾ വാങ്ങാൻ ഇപ്പൊ പോണം. ഫൈമണിക്ക് അന്ന് കേൾക്കില്ല. ഫൈമു ചെരുപ്പാടെ? ഫൈമു എവിടേക്കാണ് ചെരുപ്പില്ലാണ്ട്? അങ്ങനെ നമ്മളിതാ ചുങ്കമന്നത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ചുങ്കമന്നം SS ബേക്കറിയിൽ നിന്നാണ് കേട്ടോ നമ്മൾ കേക്ക് വാങ്ങിയത്. കുട്ടികളുടെ ആഗ്രഹപ്രകാരം ഇത് കണ്ടോ, ഹാപ്പി ബർത്ത്ഡേ ഉപ്പാന്ന് എഴുതിയിട്ടോ. പൊന്നൂസിനെ അതന്നെ എഴുതണം, ഷാനൂബെന്ന് പേര് എഴുതണ്ടെന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ ഇതാ കേക്കും പിടിച്ച് നമ്മുടെ ഫൈക്കുട്ടൻ വരുന്ന വീഡിയോ ആയപ്പോൾ ആൾക്കൊരു നാണൊക്കെ വന്ന് പോകുമ്പോൾ നല്ല വെയിലെന്നൊന്നും പറയില്ല, മഴ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ നല്ല മഴയായിരുന്നു. നനഞ്ഞ് കുളിച്ചിട്ടാട്ടോ ഞങ്ങൾ തിരിച്ചു വന്നത്. അപ്പോൾ നമ്മളിതാ കേക്കുമായിട്ട് വന്നിട്ടുണ്ട്. സർപ്രൈസ് പൊളിഞ്ഞു എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ താമസിക്കുന്നിടന്ന് 1 കിലോമീറ്ററോളം പോകണം മെയിൻ റോഡിലോട്ട്. അപ്പോൾ അങ്ങോട്ട് പോയി പിന്നെ കടയിൽ പോയി വാങ്ങിയിട്ട് വരുമ്പോഴേക്കും ഓട്ടോ ചാർജ് നല്ലോണം വേണം. അതൊന്നും എൻ്റെ അടുത്തില്ല. അപ്പോൾ കടയിൽ എത്തിയപ്പോൾ കാര്യം പിടിയിട്ട് എന്താ സംഭവം എന്ന് പിടിയിട്ട് അതുവരെയൊക്കെ വിശ്വസിച്ചു. വീട്ടിലേക്ക് സാധനം വാങ്ങാൻ പോകുകയെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ചു. കടയിൽ എത്തിയപ്പോൾ പിടിയിട്ട് കേക്ക് വാങ്ങാനാണെന്ന്. അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ ഇക്കാൻ്റെ പിറന്നാൾ നമ്മൾ ഇന്ന് ആഘോഷിക്കാൻ പോവുകയാണ്. കുറേ ദിവസങ്ങളായിട്ട് വീഡിയോസും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലാതിരുന്നല്ലോ നമ്മുടെ ചാനലിൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ഇങ്ങനെ തന്നെ ആവട്ടെ, നമ്മുടെ സന്തോഷകരമായൊരു നിമിഷം തന്നെ ആവട്ടെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ. അപ്പോൾ നമുക്കിനി കുട്ടികൾ ഇതാ ബലൂണൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അവരോരോ ഓട്ടത്തിലാണ്. ബലൂണൊക്കെ നിറച്ച് പിടിച്ച്. ഇവിടെ നല്ല മഴയാണ് കേട്ടോ. രാത്രി ഇടിവെട്ട്, മഴ, കറണ്ട് പോക്ക് എല്ലാം തന്നെ ഉണ്ട് നമ്മുടെ പാലക്കാട്. അപ്പോൾ മഴയും കറണ്ട് പോക്കൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമ്മളിതാ ബലൂണൊക്കെ ഊതി കേക്ക് മുറിക്കാൻ തുടങ്ങട്ടെ. വയോ. അപ്പോൾ തന്നെ ഫൈമോനും കുഞ്ഞും കൂടെ തകർത്ത് ഡെക്കറേഷൻ ആട്ടോ. ഈ വക സാധനങ്ങളൊക്കെ വാങ്ങണം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് പൈസ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ കണ്ട കുഞ്ഞു സ്കൂൾ വിട്ട് വന്നപ്പോൾ തുടങ്ങിയിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി സെറ്റ് ചെയ്യണതാ. ഫൈക്കുട്ടനും ബർത്ത്ഡേ കുട്ടിനെ നമ്മൾ കുളിക്കാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. കുളി കഴിഞ്ഞിട്ട് വരുന്നുണ്ട് ബർത്ത്ഡേ കുട്ടി. എടുക്കട്ടെ അത് കുളി കഴിഞ്ഞ് വരുമോ? അതാണ് സംഭവം. എടുത്താ ലുങ്കി എടുത്താ എടുക്കട്ടേക്കാ. വേഗം ആയ, കറണ്ട് പോയ പിന്നെ ഒക്കെ പോയി. കേക്ക് മുറിക്കണ്ടേ ബർത്ത്ഡേ കുട്ടി? അപ്പൊ ഇതാ ബർത്ത്ഡേ കുട്ടി കുളി കഴിഞ്ഞ് വന്നിരിക്കുന്നു. ഹലോ ഗായ്സ്. കുഞ്ഞാ ഫാൻ അങ്ങോട്ട് മാറ്റി. ഫാൻ അങ്ങോട്ട്
ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഉപ്പാനെ മാറ്റിയാണ്. അപ്പൊ നമ്മൾ ഇപ്പാന്റെ പിറന്നാൾ ആഘോഷിച്ചു. കുട്ടികളുടെ ആഗ്രഹം പോലെ തന്നെ നല്ല സന്തോഷമായിട്ട് ഇക്കാന്റെ ബർത്ത്ഡേ നമ്മൾ ആദ്യമായിട്ട് ആഘോഷിച്ചു. അതേതാ അല്ല ചെറുപ്പത്തിലൊക്കെ ആഘോഷിച്ചു. പിന്നെ ഒരുവിധമായി പിന്നെ ഇക്കാൻ ഞങ്ങളുടെ എന്റെയും അങ്ങനെയൊന്നും ആഘോഷിക്കില്ല. കുട്ടികളുടെ ബർത്ത്ഡേ ആഘോഷിക്കുക, അല്ലാണ്ട് ഇക്കാൻ്റെ എൻ്റെ അങ്ങനെയൊന്നും കേക്ക് മുറിക്കുക ആഘോഷിക്കുക ഒന്നുമില്ല. പക്ഷെ ഈ വർഷം ചെയ്യണം എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ എനിക്കത് പറ്റിയില്ല കേട്ടോ, ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായിട്ടുണ്ടായിരുന്നു. കാരണം തലേ ദിവസം ഞാനും കുഞ്ഞും ഫൈമോനും ഒക്കെ കൂടെ ഒരുപാട് കാര്യങ്ങൾ തീരുമാനിച്ച് വെച്ചിട്ടാണ് ഉറങ്ങിയത്. പക്ഷെ നേരം വെളുക്കുമ്പോഴേക്കും ഞാൻ ഒരു 9 മണിയാകുമ്പോഴേക്കും ഞാൻ ഹോസ്പിറ്റലിൽ എത്തി. അങ്ങനത്തെ അവസ്ഥയായിരുന്നു, എനിക്ക് തീരെ വയ്യായിരുന്നു. അപ്പോൾ ഒന്നും ചെയ്യാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നാലും വിട്ടുകൊടുക്കും ഇന്ന് ചെയ്യുന്ന പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചായിരുന്നു. അല്ലേ കുഞ്ഞാ? എൻ്റെ കുട്ടി സ്കൂൾ വിട്ട് വന്നാൽ അതാണ് പരിപാടി. എന്നോട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തരുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനൊന്നും ഇത് പൈസ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ വേണ്ടെന്നാൽ പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അവൾ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു വർഷം ഇങ്ങനെ ആഘോഷിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഈ വർഷം ഇങ്ങനത്തെ ഒരു ദിവസം തന്നതിന് പടച്ച തമ്പുരാനോട് ഒരുപാട് നന്ദി പറയുന്നു. അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷമുണ്ട് മനസ്സിന്. അതുപോലെ തന്നെ നമ്മളെക്കാനെ ഇങ്ങനെ ആരോഗ്യമായി എടുക്കാൻ അതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതിന് ഒരുപാട് നല്ല സഹോദരങ്ങൾ നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട്. അവർക്കും എല്ലാവർക്കും ഈ ഒരു നിമിഷം ഞാൻ നന്ദി പറയുന്നു കേട്ടോ. കാരണം വേറെ ഒന്നുമില്ല, ഇനി നമ്മുടെ ചാനലിൽ ഇൻഷാ അല്ലാഹ് ഇതുപോലെ ഓരോരോ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. കമൻറ്റ് ചെയ്യണേ. എൻ്റെ കുട്ടിൻ്റെ ഡെക്കറേഷൻ എങ്ങനെയുണ്ടെന്ന് താഴെ എല്ലാവരും ഒന്ന് പോയി കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ബട്ടൺ അമർത്തണം, സബ് ചെയ്യണം. അതാദ്യം ചെയ്യണം കേട്ടോ. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. അപ്പോൾ നമ്മുടെ ചാനലിൽ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.